ഹലോ, മത്സര പരീക്ഷകളിലെ മാത്സിലെ ലോജിക്കൽ റീസണിംഗ് എന്ന ഭാഗത്ത് ക്ലോക്കിൽ നിന്നും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഈ രണ്ട് സൂചികൾക്ക് ഇടയ്ക്കുള്ള കോണളവ് കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പോൾ ക്ലോക്കിലെ സമയം 4:20 ആണെങ്കിൽ ക്ലോക്കിലെ രണ്ട് സൂചികളുടെ പൊസിഷൻ എവിടെയാണോ ആ രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ഒരു ഒറ്റ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ എന്താണ്? 30h - 11/2m. 30 × h എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിയുടെ പൊസിഷനിലെ നമ്പർ എത്രയാ? 4 മൈനസ് 11/2 × m എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയുടെ നോക്കുക എത്രയാ? മിനിറ്റ് 20. എച്ചിൻ്റെ എമ്മിൻ്റെ പ്ലേസിലെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുക, സിംപ്ലി സോൾവ് ചെയ്യുക. 30 × 4 120 മൈനസ് 2 10 ടൈംസ് പോകും. 11 × 10 110. സോ ഫൈനൽ ആൻസർ 10 ഡിഗ്രി. ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ മാർക്കേണ്ട 30h - 11/2m. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്ലോക്കിലെ സമയം 6:30 അങ്ങനെയാണെങ്കിൽ രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയായിരിക്കും? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 30 × h പകരം 6 കൊടുക്കുന്നു. 30h - 11/2 എമ്മിന് പകരം എന്ത് കൊടുക്കുന്നു? മിനിറ്റിന്റെ വാല്യൂ ആയ 30 കൊടുക്കുന്നു. 15 തവണ ഇവിടെ വെട്ടും. 30 × 6 180 മൈനസ് 11 × 15 എത്ര വരും? 150 165. സോ ഫൈനൽ ആൻസർ 15 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ രണ്ട് ക്വസ്റ്റിനും വേറെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു ചോദ്യം 4:20, ഒരു ചോദ്യം 6:30. ഇവിടെ 4ന്റെ 5 മടങ്ങല്ലേ 20, 6ന്റെ 5 മടങ്ങല്ലേ 30. അപ്പം ഇവർ തമ്മിൽ നോക്കിയാൽ 5 ടൈംസ് ആണ്. ഈ നമ്പറിന്റെ 5 ടൈംസ് ആണ് ഈ നമ്പർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ മിനിറ്റിന്റെ പകുതി അങ്ങോട്ട് എടുത്താൽ മതി. 4:20 സമയം എന്നുണ്ടെങ്കിൽ 20ന്റെ പകുതി 10 ഡിഗ്രി ആയിരിക്കും കോണളവ്. 6:30 സമയം എന്നുണ്ടെങ്കിൽ 30ന്റെ പകുതിയായ 15 ഡിഗ്രി ആയിരിക്കും കോണളവ്. ക്ലോക്കിലെ സമയം 8:40 ആണെങ്കിൽ കോണളവ് എത്രയായിരിക്കും? 40ന്റെ പകുതിയായ 20 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ 30 × 8 240 മൈനസ് 11/2 അവിടെ 40 കൊടുത്തു കഴിഞ്ഞാൽ 220 വരും. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് 20 തന്നെ ആൻസർ കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലോക്കിലെ സൂചികളുടെ ഇടയ്ക്കുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2m ആണ്. ഇനി തന്നിരിക്കുന്ന ചോദ്യം 1ന്റെ 5 മടങ്ങാണ് എന്നുണ്ടെങ്കിൽ ആ മിനിറ്റിന്റെ നേരെ പകുതി എടുത്താലും നമുക്ക് കോണളവ് കിട്ടും. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ക്ലോക്കിലെ സമയം 10:50 ആണെങ്കിൽ രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം.